الله الرحمن الرحيم. ഈ കഴിഞ്ഞൊരു ദിവസം ഒരു പിതാവ് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളടുത്ത് വന്ന എന്താന്ന് ചോദിച്ചാൽ എൻ്റെ മകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അവളെന്താന്ന് വിചാരിച്ചാൽ ഒരു 3 വർഷമായി തുടർന്ന് വരുന്ന ഒരു അഫയർ, ഒരു ബന്ധമാണ്. അപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി വാപ്പ ആവശ്യപ്പെട്ട് പാപ്പറ്റിക്ക് വിളിച്ചിട്ട് അവൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ വാപ്പയോട് അവൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ആ ഒരു ചോദ്യമാണ് ഓർമ്മ വന്നത്. അതായത് പിന്നെ ഇവിടെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കുറച്ച് പറയപ്പെടുന്നെങ്കിൽ ഇതൊരു തമാശയായിട്ടുള്ള അല്ല, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലുള്ള ചോദ്യം എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണല്ലോ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിൽ വിവാഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിവാഹമാണെങ്കിൽ ആ ഒരു വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് വിവാഹം കഴിച്ച് തരണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് പറ്റില്ലെന്നാണല്ലോ നിങ്ങൾ വേണം, വാപ്പയും വേണം പറ്റില്ലെന്ന്. അപ്പൊ അത് എന്റെ വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഇടപെടലല്ലേ. എനിക്കൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും മതത്തിലും എനിക്ക് വ്യക്തിപരമായും ഇല്ലേ എന്നതാണ് അർത്ഥം. സത്യത്തിൽ ഈ പിന്നെ ഇത്തരം നമ്മളെ ഓരോ അപകടങ്ങളിൽ ചെന്ന് പെടുമ്പോൾ അവിടെ നിലനിൽക്കാനുള്ള ചില ന്യായങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എങ്കിലും നമുക്ക് ആ തെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തെറ്റ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആ തെറ്റിനെ പറ്റിയുള്ള നമ്മുടെ ചില ന്യായീകരണങ്ങളാണ് നമുക്ക് എന്ത് ധൈര്യം നൽകുന്നത്. അപ്പോൾ ഇത്തരം ന്യായങ്ങളെ കുറിച്ച് അല്പം കോമൺ സെൻസോട് കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ അത്രമാത്രം പിന്നെ അർത്ഥശൂന്യമായ ബുദ്ധിശൂന്യമായ ന്യായങ്ങളാണ് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ ഒരു ചോദ്യത്തെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ ഒരു ഇപ്പൊ അങ്ങനത്തെ അല്ല അഫെയർ ആയിട്ട് വരുന്ന ഒരാളെ സെലക്ട് ചെയ്യാൻ അനുവദിച്ചുകൂടെ, എന്റെ സ്വാതന്ത്ര്യമല്ലേ എന്നാണ് ചോദ്യം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരാൾ സങ്കല്പിക്കും നമുക്കുള്ള ഒരു അഫെയർ. അപ്പൊ ഒരു അഫെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോ അവളൊരു പിന്നെ ഒരു എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയറിൽ പഠിക്കുകയാണ്. അപ്പൊ അവൾക്ക് ഏകദേശം ഒരു 23 വയസ്സുണ്ട്. അപ്പൊ 23 വയസ്സ് പ്രായമുള്ള അവളുടെ തന്നെ ക്ലാസ്സിലെ ഒരു പയ്യനുമായിട്ടാണ് അഫെയർ ഉള്ളത്. ഒരു 5 വർഷത്തെ പരിചയമുണ്ട്, അവർ തമ്മിൽ 5 വർഷത്തെ പരിചയമുണ്ട്. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ശരി, ഞാൻ ഇവിടെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും അഫെയർ ആയിട്ട് വരുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറയാം. ഒന്ന്, ഇയാളെന്ന് വെച്ചാൽ പൊതുവെ 5 നേരത്തെ നമസ്കാരത്തിൽ അത്ര കണിച്ചതല്ലാത്ത ആളാണ്. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ സെയിം ഏജ് ആണ്. ഇപ്പൊ അയാൾക്ക് എന്തൊക്കെയാണോ ഉള്ള ക്വാളിഫിക്കേഷൻ, അങ്ങനത്തെ ഒരാൾ നിന്നെ ഇപ്പോൾ നിനക്കൊരു പരിചയം അയാളെ കുറിച്ചില്ല, അയാൾ നിന്നെ വിവാഹം കഴിക്കാൻ വന്നാൽ നീ സമ്മതിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അഫെയറിൽ അധികം ആളുകളുടെയും മറുപടി. ബന്ധങ്ങളൊന്നുമില്ലെങ്കിൽ, ഉദാഹരണം പറയാം, അയാൾ SLC പോലും പാസ്സായിട്ടില്ല, അയാൾ എന്ത് ചെയ്യാണ്, നിന്റെ സെയിം ഏജ് ആണ്, അല്ലെങ്കിൽ കാണാൻ നിനക്ക് അത്ര ഭംഗിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനത്തെ ഒരാൾ നിന്നെ അന്വേഷിച്ചു എന്ന് നമ്മളെ വാപ്പ നമ്മോട് വന്ന് പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ആരായാലും പ്രശ്നമില്ല, എനിക്ക് സെയിം ഏജിലുള്ള ആളാണ് ഇഷ്ടം, എനിക്ക് അത്ര ക്വാളിഫൈഡ് ആയ ആളെന്നെ വേണ്ട, എനിക്കൊരു പാവപ്പെട്ട കുടുംബത്തിൽ പോകാനാണ് ഇഷ്ടം, ഇതൊക്കെ അപ്പം പറയില്ല. ഞാൻ പറഞ്ഞ ആ സമയത്ത് അതൊന്നും പറയില്ല. അപ്പൊ ഈ പറഞ്ഞത് എന്താ സത്യത്തിൽ എന്താ വെച്ചാൽ, അയാളുമായി നമുക്ക് മാനസികമായ ഒരു പരിചയമോ അറ്റാച്ച്മെന്റോ ഇല്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് അയാളെ വേണ്ടാന്നാ പറയാം. അപ്പോൾ വേണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? അയാളെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇപ്പൊ സത്യത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ഒരാളിൽ നമ്മുടെ ഇഷ്ടം കേന്ദ്രീകരിക്കുമ്പോൾ വിവാഹം എന്ന വളരെ വലിയൊരു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നമുക്ക് ഇല്ലാതാവുക ചെയ്യേണ്ടത്. ചോദിച്ചപ്പോ എന്താണ്? സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തരുത്, സ്വാതന്ത്ര്യം ഇല്ലാതാവാണ് ചെയ്യുന്നത്. കാരണം അഫെയറുകളില്ലാത്ത പെൺകുട്ടികളെ തേടി അവിടെ വീട്ടിൽ പലരും വന്നു വിവാഹം അന്വേഷിച്ച്. അവൾക്ക് നോക്കിയപ്പോൾ അയാളെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വേറെ ആൾ വന്നു, അവൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾ വന്നു. പിന്നെ അവൾ അന്വേഷിച്ചു, അവൾക്ക് മതപരമായ ഒരു പശ്ചാത്തലം അയാൾക്കില്ല. അവൾ വേണ്ടാന്ന് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, പക്ഷെ സാഹചര്യം ഉൾക്കൊള്ളപ്പെടുന്നില്ല. അവൾ പ്രൊഫഷൻ നോക്കി, ഏജ് നോക്കി. ഇപ്പൊ എത്ര വയസ്സെന്ന് ചോദിച്ചു, അവൾക്ക് 21 വയസ്സ്, അയാൾക്ക് 36 വയസ്സ്. വേണ്ടാന്ന് പറഞ്ഞു. എന്താ കാര്യം? ആ ചോയ്സ് എങ്ങനെ കിട്ടുള്ളൂ? അഫെയർ ഇല്ലാത്തവർക്ക് മാത്രമേ വിവാഹ സ്വാതന്ത്ര്യമുള്ളൂ. അഫെയർ ഉള്ളവർക്ക് വിവാഹ സ്വാതന്ത്ര്യമില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അഫെയർ ആവുന്നത് എങ്ങനെയാണ്? അയാൾ ഭാവിയിൽ എനിക്കൊരു വരനായി വരാൻ ഇയാൾ സാധ്യതയുണ്ട്, അതുകൊണ്ട് വരനായി വരാൻ സാധ്യത ഉണ്ടാവുമ്പോൾ അതിന് പറ്റുന്ന ആളാണെങ്കിൽ മാത്രമേ ഞാനൊരു അഫെയർ സ്ഥാപിക്കുള്ളൂ എന്ന് വിചാരിച്ച് ആരെങ്കിലും അഫെയർ തുടങ്ങിയിട്ടുണ്ടോ? ഒരിക്കലും തുടങ്ങിയിട്ടില്ല. യാദൃച്ഛികമായ സംസാരം, ഒരു ബന്ധം, അത് പിന്നീട് വിവാഹമായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അടുത്തൊരു ന്യായമാണ് ഏത്? എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇതിനെ തടസ്സപ്പെടുത്തുന്നു
എന്ന ചോദ്യത്തിന്റെ മറുപടി ഒരുപക്ഷെ വിവാഹത്തിൽ തീരെ സ്വാതന്ത്ര്യമില്ലാത്തത് അഫയർ ഉള്ളവർക്ക് മാത്രമാണ്. ആരുമായിട്ടാണോ യാദൃച്ഛികമായി കണ്ടുമുട്ടിയത് അയാളെ ജീവിതാവസാനം വരെ വഹിക്കേണ്ടി വരുന്ന, ചുമക്കേണ്ടി വരുന്ന ദുരന്തമാണ് അഫയറിലൂടെ വരുന്നത് എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് വാപ്പക്ക് പറ്റാത്തത് നമുക്ക് പറ്റണതും. വാപ്പക്ക് ഇങ്ങനത്തെ ഒരു കൾച്ചറൊന്നും ഇയാളത്തില്ലാത്തതുകൊണ്ട് സ്വതന്ത്രമായിട്ട് വാപ്പക്ക് ചിന്തിക്കാൻ പറ്റും, ഇതെന്റെ മോക്ക് പറ്റുള്ളൂ. അപ്പൊ വാപ്പ പറയും പറ്റൂല. നമുക്ക് ആ സ്വാതന്ത്ര്യമില്ല, നമ്മളിത് കുടുങ്ങിപ്പോയതാണ്. അപ്പോൾ നമ്മൾ പറയും അയാളെ തന്നെ വേണമെന്ന് പറയും. അതാ വ്യത്യാസം. സഹോദരിമാരെ, ഇത് ജീവിതമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം നമ്മൾക്ക് സംഭവിക്കും. ഒരു കൂട്ടുകാരിക്ക് വേണ്ടി ഒരാൾ ചോദിച്ചതാണ്. അവളുടെ കൂട്ടുകാരി ഒരു അവിഹിത ബന്ധത്തിൽപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ പാരൻസ് ആ വിവരങ്ങൾ അറിഞ്ഞതിന്റെ പേരിൽ അവരെ വേർപ്പെടുത്താൻ വേണ്ടി ശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അവര് അറിയാത്ത രൂപത്തിൽ ബന്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അതിന്റെ ആശയങ്ങൾ നമ്മൾ കണ്ടു. പിന്തിരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു അപകടം ഈ സമയത്ത് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ആ കൂട്ടുകാരിയോട് നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങൾ പ്രകാരം നമ്മൾ എന്താ ഒരു പിന്തിരിയാന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊരു അഫെയർ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്നിപ്പോ നമ്മുടെ ഈ പ്രോഫ്കോണിൽ വന്ന ഈ ഗേൾസ് ഗ്യാദറിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിക്ക് ഇതൊരു എന്തെങ്കിലും അവിഹിത ബന്ധമാണ്, അത് എന്റെ പരലോകത്തേക്ക് എനിക്ക് ദോഷകരമായി വരും, എന്റെ പാരന്റ്സിന്റെ പൂർണ്ണ സമ്മതത്തിൽ വിവാഹം നടക്കൂല, ഇനി ഈ കക്ഷിയെ കുറിച്ച് എന്താ വെച്ചാൽ ഒരു അവിഹിതമായ ബന്ധം സ്ഥാപിക്കപ്പെട്ടത് കൊണ്ട് അയാളെ എനിക്ക് വിശ്വസിച്ച് അയാളെ കൂടെ പോകാൻ പറ്റില്ല. ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനം എടുക്കാൻ വിചാരിച്ചു. ഒരു പ്രശ്നമല്ല. നമ്മളെ ഇനി ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അയാൾ പറയേണ്ട കാര്യം കാര്യങ്ങൾ ഞാൻ ഇന്നലെ ഇതൊരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു. അപ്പൊ ആ പ്രോഗ്രാമിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുമായി ഇത്തരം ഒരു ബന്ധം ഉണ്ടാക്കുന്നത് എല്ലാ അർത്ഥത്തിലും തെറ്റാണെന്ന് എനിക്ക് 100% ബോധ്യപ്പെട്ടു. ഇതുവരെ തെറ്റിൽ ഞാനും പങ്കാളിയാണ്. പക്ഷേ ഇന്നു മുതൽ എനിക്കൊരിക്കലും ഞാനത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്ക് ഈ ബന്ധം ഇനി തുടരാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യരുത്. ഞാൻ നിങ്ങളെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യുന്നുമില്ല. ഭാവിയിലും ഒരു ബന്ധവും ഞാൻ നിങ്ങളുമായി ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മൾ കോണ്ടാക്ട് ചെയ്യാമെന്നാൽ മാത്രം മതി. ഒരു 5-6 മാസം കയറി വന്നാൽ കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് മാറും എന്ന് ഞാൻ പറയാൻ കഴിയും. മാറണം എന്ന് ചിന്തിക്കുന്നവരുടെ മാറുമെന്ന് ചിന്തിക്കാത്ത ഒരാളെ 3 കൊല്ലം നമ്മൾ അകത്ത് നിർത്തിയാലും അയാളുടെ മനസ്സ് മാറിപ്പോണില്ല. മാറണമെന്ന് ചിന്തിക്കുന്നതിന് മാറും. ഞാൻ പറയാൻ കാരണം തരും. ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റിൽ മരിച്ചു കഴിച്ചു. അപ്പൊ നമ്മൾ അവളോട് ചോദിക്കാണ്, ഒരു വിദ്യയൊക്കെ കഴിഞ്ഞിട്ട് പറയാണ്, ഒരു വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്, എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ഇയാളല്ലാത്ത ഒരാളെ വിചാരിക്കാൻ പറ്റില്ല. 3 മാസം 4 മാസം 5 മാസം ഒക്കെ കഴിയുമ്പോൾ ജീവിത സാഹചര്യങ്ങൾ അവളെ പ്രതികൂലമായി വരുമ്പോൾ അവൾ എനിക്കൊരു വിവാഹം വേണമെന്ന് പറയും. മനുഷ്യന്റെ മനസ്സ് അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. അതായത് എന്തുകൊണ്ടാണ് എന്ത് സംഭവിച്ചാലും പാരന്റ്സ് ഒക്കെ എതിർത്താലും എന്തുകൊണ്ടാണ് ഇയാളോട് നമുക്ക് ഇങ്ങോട്ട് വേർപെടാൻ കഴിയാത്തത്? ഞാനത് ശരിക്കും മനസ്സിലാക്കൽ എപ്പോഴാണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾക്ക് നമ്മുടെ അഫെയർ സംബന്ധമായ അപകടങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ ചില കുട്ടികൾക്ക് അത് നന്നായി മനസ്സിലായി കഴിഞ്ഞാൽ അവരെന്താണെങ്കിൽ മൗനമായിരുന്നു ഇങ്ങനെ കരയാ ചെയ്യും. അപ്പൊ നമ്മൾ എന്താന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, എനിക്ക് ബോധ്യപ്പെട്ടു ഇതൊരിക്കലും ഈ ബന്ധം എനിക്ക് പാടില്ലെന്ന്, പക്ഷെ എനിക്ക് ബന്ധം പുലർത്തിപ്പോയില്ലേ, പക്ഷെ എനിക്ക് അയാളെ അങ്ങോട്ട് വിടുക എന്നുള്ളത് എനിക്ക് എന്തുകൊണ്ടോ പറ്റുന്നില്ല. നിങ്ങൾ എനിക്ക് സാധിച്ചു തന്നാൽ ഞാൻ തീർച്ചയായും ഞാൻ എന്ത് ചെയ്യും, അത് ഒഴിവാക്കുമെന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളിത് മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഈ വ്യക്തിയോട് ഇങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നാൻ കാരണം. അത് നിങ്ങൾ ആ ഇഷ്ടം തോന്നാനുള്ള കാരണം അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഒരു പേഴ്സണാലിറ്റിയോ പ്രത്യേകമായ ഒരു ഭംഗിയോ ഒന്നുള്ളത് കൊണ്ടല്ല. എന്താണ് തോന്നാൻ കാരണം? അത് ബയോളജിക്കലാണ്, ജീവശാസ്ത്രപരമാണ്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം യോജിക്കാൻ വേണ്ടി അള്ളാഹു വെച്ച അത്ഭുത പ്രതിഭാസമാണ് എന്തെങ്കിൽ ആണും പെണ്ണും നമ്മുടെ മറ്റു സ്നേഹങ്ങളെ പോലെ ഒന്നുമല്ല. വേറെ സ്നേഹങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ 15 കൊല്ലം പഠിച്ചൊരു ക്ലാസ്മേറ്റ് ഉണ്ടെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പിണങ്ങാൻ പറ്റും, തെറ്റാൻ പറ്റും. ശരി, ഈ ആളോട് നമുക്ക് തെറ്റാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതെന്താ വെച്ചാൽ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലൊരു ബന്ധമുണ്ടാകും. ആ സ്നേഹം എന്താണെങ്കിൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരു കുടുംബം അനാഥമാകും. അതുകൊണ്ട് പടച്ചവൻ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മതാണ്. എന്ത് വന്നാൽ ഇപ്പൊ ഭർത്താവിന് സോറിയാസിസ് വന്നാൽ പോലും അയാളെ പരിചരിച്ച് കൂടെ നിൽക്കും. ഇനിയോ സ്പൈൻ പൊട്ടിയായാലും കിടപ്പിലായാൽ പോലും എന്ത് ചെയ്യും, അയാളെ പരിചരിച്ച് അവളെ അങ്ങനെ നിൽക്കും. ആ വേർപെടാതിരിക്കാൻ വേണ്ടി ഒരു സ്നേഹമാണ്.
ആ വേർപെട്ടാൽ എന്ത് ചെയ്യും? കുട്ടികൾ അനാഥരാകും, വഴിയാധാരമാവും, കുടുംബ പ്രശ്നമാവും. അപ്പൊ അതിനു വേണ്ടി ഒരു പുരുഷൻ ഒരു സ്ത്രീയോടും സ്ത്രീക്ക് ഒരു പുരുഷനോടും നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത, വാപ്പക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത, ഉമ്മക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത ഒരു ബന്ധം ഹൃദയത്തിൽ ക്രിയേറ്റ് ചെയ്യും. അതാരാ ഉണ്ടാക്കുന്നത്? ബൈനക്കും, അള്ളാഹ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ലീഗലായി മാരേജ് കഴിഞ്ഞാൽ അയാളോട് തോന്നും, ലീഗൽ അല്ലാത്ത ഒരാളുടെ അഫയർ ഉണ്ടാക്കിയാൽ അയാളോട് തോന്നും. അതുകൊണ്ട് മാത്രം നമുക്ക് അയാൾ വേർപ്പെടാൻ പറ്റാത്തത്. അത് നമ്മളെ കുറ്റക്കാര്, അയാൾ നമ്മുടെ ഭർത്താവാണെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു, അതുകൊണ്ടാണ് ആ ബന്ധം ഉണ്ടായത്. ഞാൻ പറയാൻ ഒന്നുമില്ല, അത് നമ്മൾ അതുകൊണ്ടാണ് എനിക്ക് ആ ബന്ധം തോന്നുന്നത് എന്ന് വിചാരിച്ചാൽ മതി എന്ന് മനസ്സിലാക്കി തീർന്നു. അതല്ലാതെ അയാൾക്കൊരു പ്രത്യേക ആൾക്കാർ പറയും അയാൾക്കൊരു പ്രത്യേക സ്വഭാവവും പെരുമാറ്റം ഉള്ളതുകൊണ്ടാണ്, എന്നെ ശരിക്കും മനസ്സിലാക്കിയ ആളാണ്, ഇതൊക്കെ വെറുതെ പറയണേ. ആര് നമ്മളെ വിവാഹം കഴിച്ചാലും അയാൾക്ക് നമ്മളെ മനസ്സിലാവും, ശരിക്കും മനസ്സിലാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനും പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ചില പോയിന്റ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവരെ പറ്റി ചിന്തിക്കും, അവരെ പറ്റി മാറും. ഒരല്പം ബോധമുള്ള ഒരു പെൺകുട്ടിയും എന്ത് ചെയ്യില്ല, ഇതിന്റെ അപകടം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ മുന്നോട്ട് പോകില്ല. കാരണം അതൊരു ജീവിതത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ അപകടം മനസ്സിലാക്കാൻ നന്നാവുന്നത് കൊണ്ട് പറയാണ്. അതായത് നമ്മൾ പറയും പലപ്പോഴും അഫയറുകളൊക്കെ പരിശുദ്ധമാണ്, അതിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു തെറ്റും അപാകതയും സംഭവിക്കുന്നില്ല, എന്തെങ്കിലും ലൈംഗികമായ കാര്യങ്ങളോ താല്പര്യങ്ങളോ അവർ ആവശ്യപ്പെടുന്നില്ല എന്നൊക്കെ സാധാരണ പറയാറുണ്ടെങ്കിലും സ്വാഭാവികമായി നമ്മൾ വിചാരിക്കുന്ന പോലെ അത് അങ്ങനെ ആയിക്കോളുന്നില്ല. കാരണം ഒരു പുരുഷനും സമയവും സ്ത്രീയും തമ്മിലുള്ള ബന്ധം അത് ഏതൊക്കെ തലങ്ങളിലേക്ക് പോകുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. സ്വാഭാവികമായും ഇപ്പോൾ ഒരു അഫയറിൽ ഇവർ ഇത്രയും സ്വതന്ത്രമായി ഇടപെടുന്നതിന് അവർക്കുള്ള ന്യായം എന്താണ്? നിങ്ങൾ ഭാവിയിൽ നമ്മൾ തന്നെയല്ലേ ഭാര്യ ഭർത്താക്കന്മാരാവാൻ പോകുന്നതെന്നാണ്. ഇപ്പോൾ ഇവർക്ക് സ്വാതന്ത്ര്യത്തോടെ ഇടപെടാനുള്ള ന്യായം അതല്ലേ? ഇപ്പോൾ തികച്ചും അന്യനായ ഒരു പുരുഷനോടും അന്യനായ സ്ത്രീ തമ്മിൽ ബന്ധപ്പെടാൻ അവർക്കുള്ള ന്യായം എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങൾ എന്താണ് ഭാവിയിൽ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് സംസാരിക്കുന്നത്. ഈ ഭാവിയിൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ള ചിന്ത എന്ത് ചെയ്യും? ഈ ശാരീരികമായ ബന്ധങ്ങളിലേക്കും വേണ്ടാത്തരങ്ങളിലേക്കും ഒക്കെ എത്തിക്കാൻ പറ്റിയ ന്യായമാണ്. അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത് എന്താണ്, അഫയറിലൂടെ ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ എന്ത് ചെയ്തു, ഇത്തരം ചില അനാവശ്യമായിട്ടുള്ള ഗുരുതരമായ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ആ തെറ്റുകൾ സംഭവിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് ഭാവിയിൽ ഒരു ഭർത്താവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ അത് അയാളോട് ചെയ്യുന്ന ഒരു വഞ്ചനയാകുമോ ചതിയാകുമോ എന്നാണ് ഒരു സഹോദരി ചോദിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും വലിയ മഹാപാപങ്ങളിൽ 3 എണ്ണമാണ്. ഒന്ന് ശിർക്ക്, ഒന്ന് കൊലപാതകം, അതിൻ്റെ കൂടെയാണ് വ്യഭിചാരത്തെ പറഞ്ഞിട്ടുള്ളത്. വ്യഭിചാരം എന്നത് അതിൻ്റെ കൂടെ പറയപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല, മരിച്ചു കഴിഞ്ഞാൽ കബറിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ വസ്ത്രമില്ലാതെ തീയിൽ, ശക്തമായ തീയിൻ്റെ തീജ്വാലകളിൽ ആ വസ്ത്രമില്ലാതെ കടന്ന് പിടയുന്ന ഒരവസ്ഥയാണ് വ്യഭിചാരിക്കുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ കണ്ട ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നാം ആലോചിക്കേണ്ട കാര്യം ഗുരുതരമാണ്. ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ് വ്യഭിചാരം എന്നത്. ഏറ്റവും മോശം, പരിസരത്ത് പോലും പോകരുത് എന്ന് ഇസ്ലാം ഉണർത്തിയ കാര്യമാണ്. സഹോദരിമാരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ചോദ്യകർത്താവിന്റെ നമുക്ക് മനസ്സിലാവാം, ഇത്തരം ബന്ധങ്ങൾ എവിടെ എത്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും ഖബറിലും പരലോകത്തും യാതന അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുരന്തത്തിലേക്ക് നയിക്കാതിരിക്കാൻ സൂക്ഷിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും ഒരന്യ ആ പുരുഷനെ നമ്മൾ അതിൻ്റെ ഒരകലത്തിൽ നിർത്തുക തന്നെയാണ് വേണ്ടത്. പക്ഷെ കൂടുതൽ ഞാൻ പറയാം, ഏത് തെറ്റും മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞത് അയാൾ തിരിച്ചു വരാൻ വേണ്ടിയാണ്, തെറ്റു ചെയ്യാൻ വേണ്ടിയല്ല, തിരിച്ചു വരാനാണ്. തെറ്റുകൾ പുറത്തു കൊടുക്കുന്നത് വീണ്ടും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാനല്ലല്ലോ, ആണോ? വീണ്ടും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാനല്ല, തിരിച്ചു വരാൻ വേണ്ടി. ഞാൻ തെറ്റ് ചെയ്തു, ഇനി ഇത് പൊറുക്കുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ ഞാൻ നന്നായിട്ട് കാര്യം എന്നൊരാൾ ചിന്തിക്കാതിരിക്കാനാണ് അള്ളാഹു പാപമോചനം വെച്ചത്. അതുകൊണ്ട് തിരിച്ചു പോക്കാണ്, പൂർണ്ണമായ തിരിച്ചു പോക്ക്. അത് എങ്ങനെ വേണ്ടത്? തെറ്റുകൾ സംഭവിച്ച ആളുകൾ ആ തെറ്റുകളെ കാരണമാക്കിക്കൊണ്ട് ഇനി ഒരിക്കലും ഞാൻ തെറ്റിലേക്ക് തിരിച്ചു പോകില്ലെന്ന് തീരുമാനിക്കുകയും കൂടുതൽ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് നന്മകൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, അങ്ങേയറ്റ സൂക്ഷ്മത പാലിക്കുക. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിവാഹത്തിന് ശേഷം ഒരിക്കലും, വിവാഹ ജീവിതത്തിന് മുമ്പ് സംഭവിച്ചു പോയ തെറ്റുകളെ കുറിച്ച് ഒരിക്കലും നിങ്ങളുടെ പങ്കാളിയോട്, ഭർത്താവിനോട് ഷെയർ ചെയ്യാതിരിക്കുക. അത് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല. ചില ആളുകൾ എന്ത് ചെയ്യും, തങ്ങളുടെ നിഷ്കളങ്കത ബോധ്യപ്പെടുത്താൻ വേണ്ടി തെറ്റുകളൊക്കെ ഏറ്റു പറയും. തെറ്റുകൾ ഏറ്റു പറഞ്ഞാൽ എന്താ അറിയുക, ആ ഏറ്റു പറയുന്ന തെറ്റുകൾ അങ്ങനെ തന്നെ മനസ്സിൽ കിടക്കും. അപ്പൊ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഗേൾസിലെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഹിസ്റ്ററി അറിയില്ല.
ഒരു ദിവസം അവർ ചെയ്ത എല്ലാ വേണ്ടാത്തരും നിങ്ങളോട് പറഞ്ഞാൽ എന്തറിയോ, നിങ്ങളുടെ മനസ്സിൽ അത് ഒരിക്കലും പോകും. അവരെ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു അവസ്ഥയിൽ മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും അയാൾ എന്ത് ചെയ്യും, നമ്മളെ ആ നിലക്കാണ് കാണും. മാത്രമല്ല വീണ്ടും തെറ്റിലേക്ക് പോകാൻ സാധ്യതകളുണ്ട് എന്നൊരു ഭയം അയാൾ നിലനിൽക്കുകയും ചെയ്യും. അത് നമ്മളെ കുറിച്ച് എപ്പോഴും സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. തെറ്റുകൾ പറയേണ്ടതില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. കുല്ലു അംരിൻ മുആഫ, എല്ലാ തെറ്റും കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, പരസ്യപ്പെടുത്തുന്നവർ ഒഴികെ. ഇപ്പൊ പരസ്യപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് സംഭവിച്ചു പോയതിൽ ആത്മാർത്ഥമായി ഖേദിക്കാൻ, ഇനി ഒരിക്കലും അത് സംഭവിക്കാതിരിക്കാനും കൂടുതൽ നല്ലവരായി ജീവിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. ഒരു പക്ഷേ ഇത് നമുക്കൊരു വാണിംഗാണ്. ഒരു പക്ഷെ ഒന്നും സംഭവിക്കില്ലെന്ന് വിചാരിച്ചാലും ഒരു അന്യപുരുഷനുമായുള്ള ബന്ധം എവിടെയും നമ്മളെ എത്തിക്കാം. അത് നമുക്ക് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്താം എന്നതിന്റെ ഉദാഹരണം കൂടെയാണ് ചോദ്യം. ഉസ്താദ് പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഈ പ്രോഫ്കോൺ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു തെറ്റിലേക്ക് പോവില്ല, എന്റെ പാരന്റ്സിന് തന്നെ വിശ്വസിക്കാന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഇപ്പൊ ഞാൻ കോളേജ് ക്യാമ്പസിൽ കണ്ട ഒരു അവസ്ഥയാണ്, ഒരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടിയുടെ പാരന്റ്സ് ഇപ്പോ വാട്സപ്പ് ആയാലും ന്യൂസ് ആയാലും യൂട്യൂബ് ആയാലും എല്ലാത്തിലും അവർ കാണുന്നത് എന്ന് വെച്ചാല് പെൺകുട്ടികൾ തന്നെ സ്വന്തം പാരന്റ്സിനെ ചീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോ അവരുടെ പാരന്റ്സ് അവരെത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും വിശ്വസിക്കാത്ത ഒരു രീതി. പക്ഷേങ്കില് ഒരു എന്താ പറയാ, ഭയങ്കര എല്ലാ ഫ്രീഡത്തിക്കും വിട്ടൊരു കുട്ടിയുടെ ഫാമിലിയിൽ നോക്കുമ്പോ ആ കുട്ടി എന്ത് നുണ പറഞ്ഞാലും അവരുടെ പാരന്റ്സ് വിശ്വസിക്കും. പക്ഷെ ഒരു ഇസ്ലാം ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കുട്ടി എന്ത് ചെയ്താലും അവരുടെ പാരന്റ്സ്, എന്റെ മകള് പുറത്തിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ അവളെ എങ്ങനെയായിരിക്കും എന്ന് പാരന്റ്സ് വിശ്വസിക്കാത്തൊരു രീതി. അപ്പൊ നമ്മളെ കൊണ്ട് ഇപ്പൊ എന്താണ് ചെയ്യാൻ പറ്റുക നമ്മുടെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ പാരന്റ്സിനും എല്ലാവരെ കുറിച്ചും ആശങ്കയുള്ളൂ. അതിനാരും മുക്തരല്ല. അത് കോമൺ ആണ്. വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരെ കുറിച്ചും എന്ത് ചെയ്യും, ഒരു ഭയം. എൻ്റെ മകൾ വഴി തെറ്റിപ്പോവോ, അവൾ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊരു പേടി എല്ലാ പാരന്റ്സിനും ഉണ്ട്. അതിനാരും ഒഴിവല്ല. പ്രത്യേകിച്ച് നേരത്തെ ചോദിച്ച പോലെ തന്നെ എന്താ അറിയോ, നമ്മളൊന്ന് ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ, അതായത് ഫോൺ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, അവൾ 3 കൊല്ലത്തെ ബന്ധത്തിന് ശേഷം എന്ത് ചെയ്തു വെച്ചാൽ രാത്രി അവനോട് വരാൻ വേണ്ടി പറഞ്ഞ് രാത്രി എന്ത് ചെയ്തു, വാപ്പയും ഉമ്മയും അറിയാതെ അവന്റെ ബേക്കിൽ കയറിയിട്ട് അവൾ എന്ത് ചെയ്തു പോയി. അവരുടെ പാരന്റ്സിനൊക്കെ ആകെ അപമാനിച്ച് നാട്ടിൽ ഭയങ്കര ഇഷ്യൂ ആയിട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ അവരെ പോകണത്തിൽ അവരെ ഉമ്മ ശ്രദ്ധിച്ചിരുന്നത് വാട്സപ്പാണ്. വാട്സപ്പും കുറച്ച് സംവിധാനങ്ങളെ ഉമ്മ ശ്രദ്ധിച്ചോളൂ. പക്ഷെ എന്താ വെച്ചാൽ അവരുപയോഗിച്ചിരുന്നത് വേറെ സംഗതിയാണ്. അപ്പൊ അവർ പേഴ്സണലായിട്ട് അവിടെ ഡാറ്റകൾ കിട്ടാത്ത രൂപത്തിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചു. 3 കൊല്ലം ഉപയോഗിച്ചിട്ടും പാരന്റ്സിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇവർ ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള നിഗൂഢതകൾ ഉള്ളത് കൊണ്ട് പലപ്പോഴും എല്ലാവരെ കുറിച്ചും എന്തിന്റെ സംശയങ്ങളുണ്ട്. പക്ഷെ എനിക്ക് 2 കാര്യം പറയാനുള്ളത്, നിങ്ങളൊക്കെ പാരന്റ്സ് ഉള്ളവരും ഇതേപോലെ അച്ചടക്കത്തോടെ ജീവിക്കേണ്ടവരുമാണല്ലോ. അതുകൊണ്ട് ഒരു നിവേദനം ഞാൻ പറയാം. മാമിൻ ദംബിൻ അജ്ദറു അയ്യു അജ്ല അല്ലാഹു തആല ലിസ്വാഹിബിഹി അൽ-ഉഖൂബ ഫി-ദുനിയ വൽ-ആഖിറ. ഇഹലോകത്തും പരലോകത്തും ഒരടിമക്ക് അള്ളാഹു പെട്ടെന്ന് ശിക്ഷ കൊടുക്കും. പരലോകത്തേക്ക് വെക്കാതെ തന്നെ ദുനിയാവിൽ തന്നെ ശിക്ഷ തുടങ്ങുന്നതും നാളെ പരലോകത്ത് വീണ്ടും ശിക്ഷ കൊടുക്കുന്നതുമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? 1 കുടുംബ ബന്ധം മുറിക്കുക. കുടുംബം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ പ്രധാനം. മാതാപിതാക്കളെ ചീറ്റ് ചെയ്ത് പിന്നെ അവരെ നമ്മൾ പറ്റിച്ചാൽ ഒരു സംശയം വേണ്ട, അനുഭവിക്കും. ഇവിടെ നിന്ന് അനുഭവിക്കും. ഇത് നബിന്റെ വാക്കാണ്. ഇങ്ങനെ നമുക്ക് അവരുടെ വിവരമില്ലായ്മയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കൺവിൻസ് ചെയ്ത് എന്ത് തോന്നിസ് നമ്മൾ ചെയ്താലും അവർക്ക് നല്ല കുട്ടിയായിട്ട് നിൽക്കാൻ പറ്റിയേക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് നേർക്ക് നേരെ തിന്മകൾ ചെയ്ത് അത് വളരെ വ്യക്തമായി മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനേക്കാളും അപകടമാണ് എന്ത്, ഒരു നല്ല മുഖം ചമഞ്ഞ് ഉള്ളിൽ വേണ്ടാത്തരങ്ങളുമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇവിടെ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയിക്കണം. നമുക്ക് മാതാപിതാക്കളെ പരാജയപ്പെടുത്താൻ പറ്റും, പക്ഷെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ കണ്ടുപറ്റിക്കാൻ നമുക്ക് പറ്റില്ല. ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും കണ്ണെവിടേക്ക് നോക്കുന്നു എന്നതുപോലും മനസ്സിലാക്കാൻ അള്ളാഹുവിന് പറ്റുമെങ്കിൽ നമുക്ക് അവനെ പറ്റിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അക്കാര്യം ശ്രദ്ധിക്കുക. ഒരിക്കലും മാതാപിതാക്കൾ അറിയാതെ അവരെ പറ്റിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യരുത്, ഒരിക്കലും സംഭവിച്ചു പോകാൻ പാടില്ലാത്തതാണെന്നാണ് അതിലൊന്ന് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ, എങ്ങനെ അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റുന്നത്? വിശ്വാസം നേടിയെടുക്കാൻ 3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും എന്താണ്, നമ്മളുടെ നമസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ പൂജ സമയത്ത് നമ്മൾ വളരെ പങ്ക്ച്വലായിട്ട്
സമയത്ത് നമ്മൾ സ്വയം താല്പര്യത്തോടുകൂടെ ഉമ്മയൊന്നും പറയാതെ തന്നെ നമസ്കാരത്തിൽ കണിശത കാണിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വിശ്വസ്തനാണ് എന്ന് മറ്റുള്ളവർക്ക് വിശ്വസിക്കാം. കാരണം നമസ്കാരം പങ്ക്ച്വലായിട്ട് കൊണ്ടുപോകാൻ മനസ്സിലിങ്ങനെ എന്തെങ്കിലും കള്ളത്തിലുള്ള ആളുകൾക്ക് കഴിയില്ല. വളരെ പ്രയാസം, ബുദ്ധിമുട്ടാണ്. ചെയ്യുമായിരിക്കും, പക്ഷെ എന്തായില്ല, വളരെ കൃത്യതയോടുകൂടെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിസ്കാരം തിന്മയിൽ നിന്ന് മനുഷ്യനെ തടയും. തിന്മ ചെയ്യുന്നവർക്ക് ആ നമസ്കാരം കൃത്യതയോടെ നിർവഹിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വളരെ കൃത്യമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഫോണിൽ എന്ത് ഉപയോഗിക്കുന്നു എന്നത് പാരൻസിന് നോക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. ഒരു പ്രശ്നമില്ല. നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പാസ്വേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊന്നുമില്ല, പിന്നെ ഒന്നുമില്ല. ഏത് സമയത്ത് നമ്മുടെ ഫോൺ അവർക്ക് നോക്കാം, അവർക്ക് വിളിക്കാം, അവർക്ക് ഉപയോഗിക്കാം. നമ്മുടെ വാട്സപ്പിൽ എന്ത് മെസ്സേജ് വരുന്നു എന്നൊക്കെ നോക്കാം. പിന്നെ കഴിയുന്നതും എന്താണെന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ എന്താണ്, ഏത് കുട്ടിയാവട്ടെ ഒരാൺകുട്ടിയോടും നിങ്ങൾ ഫോണിലൂടെ മെസ്സേജ് ആയിട്ടോ ഫോണായിട്ടോ ബന്ധപ്പെടാതിരിക്കരുത്. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിശ്വസിക്കാൻ എന്തായിരിക്കും? പ്രയാസമായിരിക്കും. അപ്പൊ നമ്മുടെ ദീനി ചിട്ട അവരിൽ വിശ്വാസം ഉണ്ടാക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരോട് കാണിക്കുന്ന ബന്ധം അത് നമുക്ക് സൂക്ഷ്മത ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർക്ക് നമ്മളെ കുറിച്ച് വിശ്വാസം ഉണ്ടായിരിക്കും. മൂന്നാം കാര്യം, പൊതുവെ പെൺകുട്ടികൾ എന്തെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഉടനെ ഉമ്മരോട് പറയും. രാവിലെ സ്കൂളിൽ പോയി തിരിച്ചു വന്നാൽ വൈകുന്നേരം വരെ നടന്ന മുഴുവൻ കഥയും ഉമ്മരോട് പറയും. നമുക്ക് കഷ്ടമില്ലെങ്കിൽ നമ്മൾ പറയും, എന്ത് ചെയ്യും? ഉമ്മ ദേഷ്യം പിടിച്ചാലും പറഞ്ഞു. അതെന്ന് വെച്ചാൽ അവിടെ എന്താ വെച്ചാൽ നമ്മുടെ ആ ജീവിതം തുറന്നു വെക്കപ്പെട്ടതാണ്. അതിന് നിഗൂഢതകളില്ല. ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി എന്നും പിന്നെ വൈകുന്നേരം വന്ന അമ്മയുടെ എല്ലാ കഥയും പോയി. പെട്ടെന്ന് അവൾ കഥ പറിച്ചത് നിർത്തി. അപ്പൊ ആ കുട്ടീൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഇവള് സ്കൂളിൽ പോണ കുട്ടിയാണ്. ഇപ്പൊ എന്താ അപ്പൊ ഒരു മാസമായിട്ട് ഇവിടെ എന്ത് ചെയ്യില്ല, നേരെ വരും, ബാഗൊക്കെ അവിടെ വെക്കും, നേരെ റൂമിൽ പോകും, അവിടെ തന്നെ ഇരിക്കും, എന്നോടൊന്നും പറയില്ല. ഇതുവരെ അവൾ സ്കൂളത്തെ എല്ലാ സംഭവവും എന്നോട് പറയുമായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ പ്രശ്നം, അവൾക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല, കാരണം അവൾക്ക് പറയാൻ വേറെ ആൾക്കാരുണ്ട്, അതാ പ്രശ്നം. അപ്പൊ അങ്ങനത്തെ ഒരു ബന്ധം തുടങ്ങുന്നതോടുകൂടെ എന്ത് ചെയ്യും? ആ സംശയം സുതാര്യമായിരിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് എന്ത് ചെയ്യുക? പറയാം. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവില്ല. എന്തും സ്കൂളിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അവരോട് നമ്മൾ എന്ത് ചെയ്യുക? സുതാര്യമായി പറയാം, നിഗൂഢതകളില്ലാതിരിക്കാം. ഇതൊക്കെയാണ് വിശ്വാസം വരുത്താനുള്ള നമുക്ക് ചെയ്യാവുന്ന പ്രാർത്ഥന. വിവാഹത്തിന് മുമ്പുള്ളത്. എന്നാൽ വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രണയിച്ചവരെ തന്നെ കല്യാണം കഴിച്ചാൽ ആ കല്യാണ ബന്ധം ഹലാലാകുമോ? ഞാൻ ആഗ്രഹിച്ചൊരു ചോദ്യമാണ് ഈ ചോദ്യം വരാൻ ആഗ്രഹിച്ചത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. ഈ പ്രേമത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ്. അതായത് പ്രധാനം പറയുകയാണെങ്കിൽ, ഒരു പയ്യന് ഒരു ബന്ധം ഒരു പെൺകുട്ടിൻ്റെ ഉണ്ടെന്ന് വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തോ, അവൻ്റെ ഉമ്മ അവൻ്റെ സിസ്റ്റേഴ്സും ഒക്കെ ഇവിടെ വിളിക്കും. ഇവിടെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? സംസാരിക്കും, പറയും, ഒക്കെ എന്ത് ചെയ്യും. ഇത് എന്തുമാത്രം ഗുരുതരമായൊരു സംഗതിയാണെന്ന് ആലോചിച്ചു. നിങ്ങൾ തിരിച്ച് പലപ്പോഴും അപൂർവമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു അഫെയർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടുകാരെ നമ്മുടെ ഉമ്മയും വാപ്പയും വിളിക്കുക എന്നുള്ളത് എന്താണ് വളരെ അപൂർവമായിട്ടുണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കേസാണ്. കാരണം നമ്മുടെ സുരക്ഷിതത്തിലുള്ള പ്രശ്നം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യാത്തത്. എന്നാൽ ഇത് വളരെ അപകടകരമായ കാര്യം. ഞാൻ പറഞ്ഞത്, പാരൻസ് സമ്മതിച്ചാൽ പോലും നമ്മുടെ ഭാവിയെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. കാരണം പാരൻസിന് ഈ കാര്യത്തെക്കുറിച്ച് അത്ര വലിയൊരു കാഴ്ചപ്പാടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുക എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ അഫെയർ കേസിൽ ഒരു കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പാരൻസിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എന്താണ് കല്യാണം കഴിച്ച് കൊടുത്താൽ? ഫസ്റ്റ് എന്താ കല്യാണം കഴിച്ച് കൊടുത്താൽ? അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളല്ലേ, എന്താ നടത്തി കൊടുത്താൽ? അപ്പോൾ അവരെന്നോട് പറയും, ഒരു ഏജാണ്, അയാൾ ഒരു മോശപ്പെട്ട കമ്പനിയാണ്, സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു, അയാൾ ചെറുതായിട്ടൊക്കെ മദ്യപിക്കുന്ന ആളാണ്, പിന്നെ അവരെ വീട് നടന്നാൽ അങ്ങനത്തെ ഒരു പ്രദേശത്താണ്, സാമ്പത്തികമായി അത്ര മോശമാണ്, വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാറ്. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കാം. കെട്ടിച്ചു കൊടുക്കാതെ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി എനിക്ക് ഒറ്റ പോയിന്റ് സംസാരിക്കാനുള്ളത്, അവിഹിത ബന്ധത്തിലൂടെയുള്ള ഒരു ബന്ധം വിവാഹമാവാൻ പാടില്ല. അത് മാത്രം നമ്മുടെ പോയിന്റ്, വേറൊരു പോയിന്റും ഇല്ല. അപ്പൊ എന്താന്ന് വിചാരിച്ചാൽ, ഈ അവിഹിത ബന്ധം എന്നുള്ളത് ദോഷകരമാണ്. അത് ആർക്കാ ദോഷം? ബാപ്പാക്കും മകന്റെ ദോഷം. ആർക്കാ ദോഷം? വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് ദോഷം. അതുകൊണ്ട് പാരൻസ് സപ്പോർട്ട് ചെയ്താൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അഫെയറിലൂടെയുള്ളൊരു വിവാഹത്തിന് തയ്യാറാവരുത് എന്നാണ്. അതവിടെ അറിവില്ലായ്മ കൊണ്ടാണ് അവരതിനെ പിന്തുണക്കുന്നത്. അറിവുള്ളവർ ഒരിക്കലും അത്തരം ഒരു ബന്ധത്തെ പിന്തുണക്കുകയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതാണ് ചോദ്യോത്തരം പറയാറ്. മാതാപിതാക്കൾ സമ്മതിച്ചാലും എന്നല്ല, പ്രണയമാണോ അവിഹിത ബന്ധമാണോ? എൻ്റെ കാമുകന്റെയും തമ്മിലുള്ള വിവാഹത്തിന് എൻ്റെ വാപ്പ സമ്മതിക്കുന്നു, ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? ആ തീരുമാനം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അയാളെ പൂർണ്ണമായും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വളരെ മാന്യതയോടുകൂടി അഭിമാനത്തോടെ ഞാൻ മനസ്സിൽ
നിങ്ങളെ ഒരാൾ വിവാഹം അന്വേഷിച്ച് വരികയാണെങ്കിൽ ഒരാളിപ്പോ നാളെ നിങ്ങളെ വീട്ടിൽ ഫോൺ ചെയ്തിട്ട് നിങ്ങളെ പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉള്ളിൽ ഒരു മെസ്സേജ് ഉണ്ട്. എന്താ അറിയുന്നത് നിങ്ങൾക്ക്? ആ ചോദ്യത്തിലൊരു മെസ്സേജ് ഉണ്ട്. നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഫോൺ വരുന്നു, നിങ്ങൾക്കൊരു മോൾ ഉണ്ടല്ലോ, ഇത്ര വയസ്സാണല്ലോ, അവളെ കല്യാണം കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിലൊരു മെസ്സേജ് ഉണ്ട്. എന്താണ്? ആർക്ക് വേണ്ടിയാണോ ചോദിക്കുന്നത് ആ പുരുഷന് ഇപ്പോൾ ഒരു അവിഹിത ബന്ധം ഇല്ല. ഉണ്ടെങ്കിലോ അയാൾ നിങ്ങളെ ചോദിക്കൂല. അതാണ് അയാളെ യോഗ്യത. അങ്ങനത്തെ ഒരാളാണ് നമ്മളെ കല്യാണം കഴിക്കേണ്ടത്. അങ്ങനത്തെ ഒരാളാണ് കല്യാണം കഴിക്കുന്നത്. ഒരു പെൺകുട്ടി 100% ഒരു വിവാഹത്തിന് സമ്മതിച്ച് വിവാഹം നടക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അവൾക്ക് വേറെ ഒരു ബന്ധം ഇല്ല. അവൾക്ക് വേറൊരു ബന്ധമില്ല. അതാണ് അവളുടെ ക്വാളിഫിക്കേഷൻ, അവളുടെ യോഗ്യത അതാണ്, അവന്റെ യോഗ്യത അതാണ്. എന്താണ്? അതുകൊണ്ട് വാപ്പയമ്മയും സമ്മതിച്ചോ സമ്മതിച്ചത് നിങ്ങളതാണ് ഭാവി. എന്താ പറയുക, അഫെയർ ആയി നിങ്ങൾ ജീവിതകാലം മുഴുവൻ ജീവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോകും. അഫെയർ വിവാഹത്തിലേക്ക് പരിണമിക്കുന്നതോടുകൂടെ കഴിഞ്ഞു. കാരണം അയാൾക്ക് ഒരു ദിവസത്തെ ആവശ്യമുള്ളൂ. എപ്പോഴോ നിങ്ങളെ കണ്ടപ്പോൾ ആഗ്രഹം തോന്നി, അത് സാക്ഷാത്കരിക്കണമെങ്കിൽ ലീഗലായിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അയാൾ നിങ്ങളെ കല്യാണം കഴിക്കുന്നത്. അയാൾക്ക് ഒരു ദിവസത്തെ ആവശ്യമുള്ളൂ, ഒറ്റ ദിവസം. അത് കഴിഞ്ഞാൽ അഫെയർ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞോടുകൂടെ പിന്നെ അഫെയർ അല്ല, അഫെയറിനെ നിഷ്ഫലമാക്കുന്നതാണ് വിവാഹം. അല്ലാതെ അഫെയർ കണ്ടിന്യൂ ചെയ്യുന്നതല്ല. അഫെയർ എന്നുള്ളത് വിവാഹത്തോടെ സ്റ്റോപ്പ്, പിന്നെ വിവാഹമാണ്. അയാൾക്ക് അഫെയറിൽ അയാൾ സക്സസ് ആവുള്ളൂ, വിവാഹത്തിൽ അയാൾ സക്സസ് ആയിക്കോളുന്നില്ല. അതുകൊണ്ട് ഒരു ദിവസത്തെ ആയുസ് നമ്മുടെ ഭാവിയാണ് നമ്മൾ ആലോചിച്ച് തീരുമാനമെടുക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് ഒരു യുവാവിനെ ഇഷ്ടപ്പെട്ടു, ഹറാമായ വഴിയിലേക്കൊന്നും പോകുന്നില്ല എങ്കിൽ അയാൾക്ക് വേണ്ടി അയാളെ വിവാഹം കഴിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ ഒരു വിവാഹം ഉണ്ടായി വരുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. ഏതെങ്കിലും നിലക്കുള്ള ബന്ധങ്ങളോ അറിവുകളോ, നമ്മുടെ കുടുംബ വാപ്പാക്കളുടെ പരിചയമോ ഉമ്മന്റെ പരിചയമോ അല്ലെങ്കിൽ നമ്മുടെ പരിചയം എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ സ്വാഭാവികമായും നമ്മുടെ വിവാഹം എന്ന സംഗതി നടക്കുന്നതിന് മുമ്പ് ഒരിക്കലും എന്താണ് ഒരു മെസ്സേജ് പരസ്പരം, ഏതെങ്കിലും തരത്തിലൊരു മെസ്സേജ് പരസ്പരം കൈമാറി കൂടാന്നുള്ളതാണ്. മനസ്സിലായി? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ ബന്ധങ്ങളൊന്നുമില്ല, ലീഗലായിട്ട് പാരൻസ് വഴി തന്നെയാണ് എന്നൊരു മെസ്സേജ് അയാൾക്ക് കൊടുക്കാതിരിക്കുക. കൊടുക്കുന്നതോട് കൂടെ എന്താണ് നിങ്ങൾ അത് അറിയുന്ന നിമിഷം മുതൽ എന്ത് ചെയ്യും, അവർ തമ്മിലൊരു മാനസിക ബന്ധം വരും. അതുകൊണ്ട് നമ്മളൊരു മനസ്സിൽ അങ്ങനെ ഒരാള് ഉണ്ടായി പോയതുകൊണ്ടോ അയാൾ നമ്മൾ അന്വേഷിച്ച് വിവാഹം നടന്നു പോയതൊന്നും തെറ്റല്ല. പക്ഷെ ഒരിക്കലും ഇസ്ലാം വിവാഹത്തിന് വെച്ച വഴികളിലൂടെ അല്ലാതെ എന്താണ് ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന നിലക്കുള്ള ഒരു ബന്ധമോ ഒരു ആശയ കൈമാറ്റമോ മെസ്സേജ് കൈമാറ്റമോ ഒരിക്കലും ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ആഗ്രഹിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും തകരാറില്ല. പക്ഷെ ഒരു സന്ദേശം പരസ്പരം കൈമാറുമ്പോൾ അത് നാം വിചാരിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് എന്ത് കാലഘട്ടത്തിൽ സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഒരു വിവാഹത്തിലേക്ക് എത്താൻ ഒരു പക്ഷെ അയാളെ അതും തടസ്സപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ നിലക്കാണ്